ഞങ്ങൾക്ക് നാളെ രാവിലെ സ്കൂൾ ടൂർ ഉണ്ട് അല്ലേ? സ്കൂൾ ടൂർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഉറങ്ങുകയാണ്. ലേസും സാധനങ്ങളും മാലി എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ഒന്ന് നേരത്തെ ഉറങ്ങാണ് പറയും. നേരത്തെ ഉറങ്ങണം, രാവിലെ ഒന്ന് വേഗം കിടന്നോ. ബാഗും കെട്ടി 6 o'clock എണീക്കണം അല്ലേ? അറിയില്ല അല്ലേ? അപ്പൊ ബാഗും കെട്ടിപ്പിടിച്ചാണ് ആവേശത്തിൽ, സ്കൂളിൽ പോകാനുള്ള ആവേശത്തിലുള്ള ഉറക്കട്ടോ. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. രാവിലെ വിളിക്കട്ടെ അമ്മ. കിക്കിളി കിക്കിളി ആക്കി വിളിപ്പിക്കാം. സ്കൂളിൽ പോട്ടെ ചോദിച്ചിട്ട്. നാളെ വിളിക്കുന്ന വീഡിയോ അമ്മ എടുക്കാട്ടോ. ഓക്കെ. ആയു ഞങ്ങളിന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നോണ്ട് ആയു ഒന്ന് നോക്കുക. ഞങ്ങൾ നേരത്തെ ഉറങ്ങുക കേട്ടോ. ഗുഡ് നൈറ്റ്. ആയുന് സ്കൂളില്ല. അപ്പൊ നാളെ കാണാട്ടോ നമുക്ക്. ഓക്കെ, ബൈ. കുഞ്ചു ഇന്ന് സ്കൂളിൽ പോണ്ടേ? എന്തായി കിടക്കുന്നേ? ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ള ആവേശത്തിൽ അപ്പം കിടന്നിട്ട് സുവച്ചം 11 മണിക്ക് വന്നു, 11:30. അതിൽ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വരെ കുട്ടീനെ ഉണർത്തി. അവസാനം പിന്നെ അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾക്ക് സ്കൂളിൽ പോകേണ്ട ടെൻഷനൊക്കെ കൂടി ആയിട്ടാണ് തോന്നുന്നു. പിന്നെ കിടക്കുന്നത് 2 മണി 3 മണിക്കാണ്. ഇന്ന് നമുക്ക് സ്കൂളിൽ പോയി വന്നിട്ട് ഉറങ്ങാട്ടോ. ഇനി ടീച്ചർ അവിടെ കാത്തിക്കും. എണീക്കില്ലേ നമുക്ക്? കുഴപ്പമുണ്ടോ? പൊന്നു പറഞ്ഞില്ലായിരുന്നു അമ്മ എന്നോട് വീഡിയോ എടുക്കണമെന്ന്. അതുകൊണ്ടാണ് അമ്മ വീഡിയോ എടുത്തത് കേട്ടോ. എണീക്കുമ്പോൾ ഓക്കെ അല്ലേ? ഇന്ന് ഇങ്ങോട്ടാ നമ്മൾ പോണേ? ഇഷ്ടമുണ്ടോ പോവാന്? ടീച്ചർ എല്ലാവരും മറന്നു പോകുന്ന വെച്ചിട്ട് ഇന്ന് LKGൻ്റെ ടൂറാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ റൂം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ടീച്ചർ ഒന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വല്ലവരും മറക്കു വെച്ചിട്ട്. എനിക്കല്ലേ? എനിക്കോ വയ്യ അമ്മേൻ്റെ പൊന്നിന്. നേരം വൈകി ഉറങ്ങിയിട്ടില്ലേ? സാരല്ല, നമുക്ക് സ്കൂളിൽ വന്നിട്ട്, കാരണം 1 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഉറങ്ങാം കേട്ടോ. മാമു തിന്നിട്ട് ഉറങ്ങാം കേട്ടോ. ഓക്കെ? അമ്മ എടുക്കണോ? വലിയ കുട്ടിയായി, സ്കൂളിൽ പോണ കുട്ടിയായി. എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് എണീക്കുന്നു കണ്ടോണ്ട് കേട്ടോ. കണ്ടോ പവർഫുൾ ഗേൾ. എണീറ്റു. അക്കു എണീക്കൂലല്ലേ വിളിച്ചാല് രാവിലെ? അമ്മേൻ്റെ മോൾ എണീറ്റു നടന്നോ. സ്കൂളിൽ പോയി എന്നൊന്നും ആലോചിക്കാൻ വയ്യ കുട്ടി. നടക്കടോ ബാത്റൂമിക്ക്. വീണോ? അവിടെ വീണോ? സാറേ ബാത്റൂമിക്ക് നടക്ക, അമ്മ വരാ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? വാട്ട് ഈസ് യുവർ ഫാദർ നെയിം? Subat. What is your mother name? My mother name is Devti. What is your brother name? My Akku name is Dandev. My Akku's name is Dandev. അമ്മ ഡ്രസ്സ് വലിച്ചു കേടി വരുത്തല്ലേ ഇപ്പൊ തന്നെ കളിപ്പെണ്ണെ? What is your uncle's name? അജുമാമന്റെ പേരാണ് ചോദിക്കുന്നത്. അജുമാമനാണ് അങ്കിള്. അങ്കിൾ എന്ന് പറയുന്നത് അജുമാമനെയാണ്. My uncle Ajumaman. മൈ അങ്കിൾ അജുമാമൻ. ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞു. സെറ്റ്. ഓക്കെ. എന്ത് അത്രയൊന്നും പിടിക്കണ്ട, മുടിയൊക്കെ കേട് വരും ഇപ്പൊ. മട്ട് തന്നെ ബാഗ് ഇട്ടേ. ബാഗ് ഇടണോ? ബാഗ് ഇടാൻ നാണോ? ബാഗ് ഇടാൻ എന്തോ ഒരു നാണം പോലെ. തിരിഞ്ഞെന്താ? ഇപ്പൊ ഞങ്ങൾ കുഞ്ഞു ബാഗേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് സ്കൂൾ ടൂറല്ലേ, അപ്പൊ ഇതിങ്ങനെ ഞങ്ങൾ പോകണുള്ളൂ. പേഴ്സ് കണ്ടോ? ഞങ്ങള് അങ്ങനെയാണോ അത് ഇടുക? കൈയിട്ടത് കീറുവോ? നോക്കട്ടെ, ഇങ്ങോട്ട് വാ. ഇതിങ്ങനെ ഇവിടെ ഇട്. ബാഗാണത്. പെൻസിലൊക്കെ വെക്കാൻ പറ്റുന്ന ബാഗ് അത്. ഇപ്പൊ പോവല്ലേ? ഫിംഗർ പോലത്തെ സാധനം. ടിങ്കിള് പോലത്തെ സാധനം. എന്താണ് ടിങ്കിൾ? അപ്പൊ എല്ലാരോടും പറ, ഞാൻ സ്കൂൾ ടൂറിന് പോവാണെന്ന് പറ.
ടൂറ് പോവല്ലേ? വന്നിട്ട് പറയാല്ലേ എന്താ ഉണ്ടായതെന്ന്. ആ ഓക്കെ, കട്ട് ചെയ്യട്ടെ. കൊച്ചിന് ബാഗൊക്കെ ഇട്ടിട്ടാ കൊച്ചിനെ കാണിച്ചു കാണില്ലേ? ആ കൊച്ചിന് എല്ലാരും ബസ് മാത്രമുണ്ട്. അത് ആയും ഇന്നലെ കൊടുത്തതാ. നല്ല മോളായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടാ. ആ നല്ല മോളായിട്ട് പോട്ടെ കേട്ടോ. ഒരു കിസ് പോട്ടെ. ആവേശം വേണ്ട. നടക്കടോ. തുള്ളി തുള്ളി എവിടെയാ? ഓക്കെ, ക്ലീൻ ആക്കിയിട്ട് എൻ്റെ കുട്ടി ഇരിക്കുള്ളൂ കേട്ടോ. അജച്ച വീട്ടിലാണ്. അയ്യോ, ബാഗ് ഇപ്പൊ തലക്കൂര് കൂരണോ? അമ്മക്ക് പിടിക്കാൻ വയ്യപ്പോ. എന്നാ വേഗം കാണിച്ചു കൊടുക്ക്. വാട്ടർ ബോട്ടിലോ? ഓ എനിക്ക് വയ്യ. അത് ആയു കൊണ്ട് കൊടുത്താ ഇന്നലെ സ്കൂളിൽ പോവാൻ വേണ്ടിട്ട്. അച്ഛ വീട്ടിലല്ലേ? അച്ഛമ്മേനെ ചോദിക്കും. അച്ഛമ്മേനോട് പറ. അമ്മയും തൂച്ചനും രണ്ടര കച്ചാൻ പറ്റും. ആ തിങ്കളൊക്കെ എന്നെ കച്ചാൻ പറ്റും. കുട്ടി കച്ചാൻ പറ്റും. അമ്മയ്ക്ക് ഫോണ്. കൂടെ പോവാണ്. കൂടെ പോവാണ്. പേരൊക്കെയോ? കുട്ടികളെ പേരൊക്കെ എന്നോട് പറഞ്ഞു കൊടുക്കാൻ. അല്ല, അതന്നെയാ പറയണതാ, കൊറേ ഫ്രണ്ട്സിനെ കിട്ടുമല്ലോന്ന് പറഞ്ഞു കൊടുക്കാൻ. കുട്ടികളെ പേര് ആയിഷ, പിന്നെ ആദി, ആ ചന്തു ഒക്കെ. ചന്തു ഇല്ല അല്ലേ? ആ കൊറേ ഉണ്ട് കേട്ടോ കുട്ടികളെ. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം ട്ടാച്ചാ. ഇപ്പൊ തന്നെ പറയാനൊക്കെ ഞാൻ നോക്കിയാണ് കുട്ടികളെ പേര്. ഈ സ്കൂളിൽ പോയി വന്നിട്ട് വിളിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് പേരൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ കുട്ടികളെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതാ. എന്നാ ശരി, വെച്ചോ. അല്ല അല്ല, യൂ ടേൺ എടുക്കാൻ. ഒരു സ്കൂൾ ടൂറാ അമ്മ, ജസ്റ്റ് സ്കൂളൊന്ന് കാണുന്നുള്ളൂ. എന്നാ ശരി ട്ടോ. ഞാനും സൂവും ഞാനും ഉള്ളൂ.
ഈ തുള്ളലൊക്കെ എന്നും ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഓട്ടം കണ്ട ഈ ഓട്ടം വായിലൊക്കെ എത്ര ദിവസം ഉണ്ടാവുമോ. അങ്ങ് പോയിട്ടോ, ഭയങ്കര പൊലിവിലാണ്. ഈശ്വര, എനിക്കറിയില്ല. ഓളെ സ്കൂളല്ലേ എന്നുള്ള സന്തോഷമാണത്. ആ കിട്ടി കിട്ടി കിട്ടി, പോര് പോര്. ഇനി ഇവിടെ ഡെയിലി ഉണ്ടല്ലോ, അപ്പൊ പിടിക്കാട്ടോ. വാ. നോക്കട്ടെ കയ്യിലെന്താ തന്നേ നോക്കട്ടെ ടീച്ചർ. ആ ഒട്ടിച്ചോ. മിഠായി തിന്നലാണല്ലേ ഉദ്ദേശം. ഇതെന്താ തന്നിരിക്കുന്നത്? ഇതെന്താ എഴുതിയിരിക്കുന്നത് അറിയോ? വി ആർ റെഡി ടു ഷൈൻ. വി ആർ റെഡി ടു ഷൈൻ. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ റെഡിയാണ് ഇവിടെയാണ്. അടിപൊളിയാവും ഞങ്ങളിവിടെയാണ്. വി ആർ റെഡി ടു ആർ, അത് ആറാണ്, അത് റെഡി ടു ഷൈൻ. ഞങ്ങൾ തിളങ്ങാൻ റെഡിയാണ്. അടിപൊളിയാക്കുന്നു സ്കൂളിൽ വന്നിട്ട് കുട്ടികൾ. മൊത്തം സ്പീഡിൽ വായിച്ചായിരുന്നോ? വി ആർ റെഡി ടു ഷൈൻ. വി ആർ റെഡി ടു ഷൈൻ, അത്രേ ഉള്ളൂ. പിന്നെ ചിരിക്കുന്ന ആ ചിത്രം വി ആർ റെഡി ടു ഷൈൻ, അത്രേ ഉള്ളൂ. അതിന് മൂക്കോ? നമുക്ക് ടീച്ചറോട് ചോദിച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെയാണോ ചിത്രം വരയ്ക്കുക ചോദിക്കാട്ടോ. ഇതിലെന്താ മൂക്കില്ലാത്തത് നമുക്ക് ചോദിക്കാട്ടോ. ഓക്കെ, നന്ദ ചോദിച്ചോണ്ട് കേട്ടോ. ചോദിക്കൂലേ? അമ്മേനെ ചോദിക്കണോ? മിഠായി തിന്നപ്പോൾ അത് ആലോചിച്ചില്ലല്ലോ, ഇപ്പോഴാണോ അതിൻ്റെ മൂക്കൊക്കെ തരുന്നത്? കുട്ടികളെ ക്ലാസ്സും ടീച്ചറെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ നിന്നിട്ട് ഉദ്ദേശം. അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓരോ കുട്ടികളെ ലൈനായിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നന്ദയ്ക്ക് അപ്പേക്കൊന്ന് രാവിലെ നേരത്തെ എണീച്ചതിൻ്റെ ക്ഷീണം, ഒരു കിടത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഉറങ്ങുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൾ ഒന്ന് ഉഷാറായി. പിന്നെ തുള്ളിക്കളിയായിരുന്നു. അത് ക്ലാസ് റൂമിൽ തന്നെ പിടിച്ചിരുത്തിയപ്പം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഓടി നടന്നപ്പോൾ പിന്നെ ഓക്കെ ആയി. എവിടെ നന്ദിൻ്റെ പേര് കാണിച്ചേ? കാണിച്ചേ. പോവാം. എന്താ കിട്ടിയിരിക്കണേ? പ്രാവിൻ്റെ തൂവല. ആര്യവേപ്പ് പൂത്ത നല്ലൊരു സ്മെല്ല്. വിറക് വെറുക്കുകയാണോ? എന്തിനാ വിറക് വെറുക്കുന്നത്? അക്കുനെ തല്ലാനുള്ള വടി വെറുക്കുകയാണ് അത്രേ. അക്കുനെ തല്ലാനുള്ള വടി ഉണ്ടാക്കുകയെന്നാണ് പറഞ്ഞത്. എന്താ ചൂലുണ്ടാക്കുക? ആ, നല്ല കുട്ടി, കൈത്തൊഴിലറിയാം. പ്ലിങ്. അയ്യയ്യേ, എന്താണ്? ഉറുമ്പ് നോക്കിയോ? എവിടെ? അത് അപ്പൂപ്പൻ താടിയല്ല, പ്രാവിന്റെ തൂവല. തേനീച്ചയാണത്. കൊതുവല്ല, തേനീച്ച. അപ്പൊ ഒന്ന് ഊതിക്കാം അത്. എത്ര ബുക്കാ തന്നെ നോക്ക്, എത്ര ബുക്കാ പഠിക്കാന്ന് നോക്ക്. കണ്ടേ? കൗണ്ട് ചെയ്യും, വീട്ടിൽ നിന്ന് കൗണ്ട് ചെയ്യാം. നടക്ക്.
9, 10, 11, 11 കഴിഞ്ഞാൽ 12 ആണ് 12, 13, പിന്നെ 13 14, 14 15, 16, എന്താ തളർന്നോ സ്കൂളിൽ പോയിട്ട്? കുഴങ്ങിയോ? അപ്പൊ ഇനി ഡെയിലി സ്കൂളിൽ പോകുമ്പോ എന്താ കാട്ടുക? കിടന്നല്ല അവിടെ സീറ്റിൽ കിടന്നോ? കുഴങ്ങിയെങ്കില് കുഴങ്ങി ഇത്രേ സ്കൂളിൽ പോയി വന്നപ്പോഴേക്ക്. കൈ കൂപ്പണ്ട, ഇന്ന് ഫസ്റ്റ് ദിവസം സ്കൂളിലായോണ്ട് വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ. എന്തൊരു നിഷ്കളങ്കത. ഇപ്പൊ ഉറക്കൊന്നും വരുന്നില്ലേ? ക്ഷീണയാണല്ലോ. സ്കൂളിൽ പോയി വരിക ഞങ്ങള്. പഠിക്കാൻ പോണ്ട, വീട്ടിലിരുന്നോ, നല്ലതാണ്. പഠിക്കാൻ പോണ്ട, പഠിക്കാൻ പോണ്ട. നല്ലതിനാവൂല, നല്ലതിന് നല്ല ആവേശത്തിലായി, ആവേശം കെടുത്തല്ലേ. 2 ദിവസം ഉണ്ടാവുള്ളൂ, 2 ദിവസം അല്ലല്ല, കാണാം. ജിഷ്ണു മാമൻ പോലെയല്ല പറയും. ആ നോക്കിക്കോ മോനെ. അക്കുവിന് തല്ലിടുന്ന കാണലുണ്ടോ? അക്കുവിന് ഞാൻ പഠിപ്പിക്കൂല അതിനവളെ. അല്ല, കളി മാത്രമുള്ള സ്കൂളാ. ലഡു വാങ്ങിച്ചു തരാം, പക്ഷെ കിൻഡർ ജോയ് അവിടെ വെക്കണം. പറ്റുമോ? ലഡു വേണ്ടേ? എടുത്തോ. ക്ഷമല്ല അല്ലേ? വേണ്ടേ? ആലോചിച്ചിട്ടില്ല. എന്തേ ആലോചിക്കാഞ്ഞ്? ഈ കിൻഡർ ജോയ് വാങ്ങിക്കുന്നത് ഇത് ഫിക്സ് ചെയ്യാനല്ലേ? ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ആ കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് കിൻഡർ ജോയ് ഞാനാ തിന്നു കേട്ടോ. ഇത് ഞാൻ തടി വെക്കുന്നത് ഇപ്പം എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ആ കിൻഡർ ജോയ് വാങ്ങിച്ചത്. ദാ, സന്തോഷായോ?